ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 മുട്ട മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര 3 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വാനില എസൻസ് 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളറിന് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 കപ്പ് മൈദയാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിനെ നന്നായി മിക്സിക്കകത്ത് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അതേ ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പാൻ അടുപ്പയിൽ വെക്കുക. അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരട്ടെ. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവില്ലേ അത് ഒഴിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലെടുക്കണേ. അപ്പോൾ അതിനായിട്ട് എല്ലാവരും മാങ്കോയൊക്കെ ചേർക്കുന്നത്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് പഴം കേട്ടോ. ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് കൊറിയൻ മാങ്കോ പാൻ കേക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് മാങ്കോ കിട്ടാത്ത കൊണ്ട് ഞാനിവിടെ പിള്ളേരുടെ നിർബന്ധം കൊണ്ട് ബനാന കിട്ടി, അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രഷ് ക്രീം നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതെല്ലാം ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് ചുട്ടെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമ്മുടെ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പഴം ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കി നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വെട്ടത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുത്തതും നമ്മൾ ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാൻ പോവുക കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് കേട്ടോ. ഇതൊക്കെ ഇനി ഞാനൊരു 1 മണിക്കൂർ മിച്ചം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ 1 മണിക്കൂറിന് ശേഷം കഴിഞ്ഞെടുത്ത നമ്മുടെ ബനാന പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. മാങ്കോ ഉണ്ടെങ്കിൽ മാങ്കോ വെച്ച് ചെയ്യുക. ഞാനിവിടെ ബനാനയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ, നമ്മുടെ ആ രീതിയിൽ. അപ്പോൾ നമ്മുടെ അടിപൊളി ബനാന പാൻ കേക്ക് അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.